പ്രിയ സുഹൃത്തുക്കളെ, ജൂൺ 19 നാഷണൽ റീഡിംഗ് ഡേ, ദേശീയ വായന ദിനം. ദേശീയ വായന ദിനത്തോടനുബന്ധിച്ച് പ്രിയ പ്രേക്ഷകർക്കായി ഞാൻ എഴുതിയ പ്രണയഹാരം എന്ന ബുക്കിൽ നിന്നും ഒരു ചെറുകഥ ഞാൻ വായിക്കാം. കഥയുടെ പേര് യക്ഷസമാഗമം. അർദ്ധരാത്രി 12 മണി. കൊടും തണുപ്പിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന ഡ്രാക്കുളയ്ക്ക് ഒരാഗ്രഹം. അങ്ങ് ദക്ഷിണദേശത്ത് ഇന്ത്യ എന്ന ഒരു രാജ്യമുണ്ടെന്നും അവിടെ കേരളം എന്നൊരു ദൈവത്തിൻ്റെ സ്വന്തം ദേശമുണ്ടെന്നും അവിടെ മനോഹരമാണെന്നും അവിടെ സന്ദർശിക്കണമെന്നും ഡ്രാക്കുളയ്ക്ക് തോന്നി. ഇവിടെ യൂറോപ്പിലെ ആൾക്കാരുടെ ചോര കുടിച്ച് ഡ്രാക്കുളയ്ക്ക് മതിയായി. ഇനി ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ ചോര കുടിക്കണമെന്ന അതിയായ ആഗ്രഹം ഡ്രാക്കുളയ്ക്കുണ്ടായി. കേരളത്തിലെ കോട്ടയത്ത് പാലയിലെ പാലമരത്തിൽ ഇരുന്ന് കള്ളിയങ്കാട്ട് നീലി മൊബൈൽ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുകയായിരുന്നു. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം എന്ന പ്രോഗ്രാം കാണുകയാണ്. സഞ്ചാരം കണ്ട ശേഷം നീലിക്ക് ഒരു ആഗ്രഹം, യൂറോപ്പ് ഒന്ന് സന്ദർശിക്കണം. എന്താണൊരു പോംവഴി? രാത്രി 1 മണിക്ക് അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാലമരത്തിന്റെ മുകളിലൂടെ ആരോ പറന്നു പോകുന്നതായി നീലി കണ്ടു. ഹലോ, ആരാണാ പോകുന്നത്? ആ രൂപം തിരികെ പറന്നു വന്ന് പാലമരത്തിലിരുന്നു. ഞാൻ ഡ്രാക്കുളയാണ്, അങ്ങ് യൂറോപ്പിൽ നിന്ന് വരികയാണ്. യൂറോപ്യൻസിന്റെ ചോര കുടിച്ചു മടുത്തു. ഇനി ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ ചോര കുടിക്കണം, ഡ്രാക്കുള പറഞ്ഞു. ചേട്ടാ, എൻ്റെ പേര് നീലി. ഈ പാലമരത്തിലാണ് താമസം. ചേട്ടൻ തിരിച്ച് യൂറോപ്പിലേക്ക് പോകുമ്പോൾ ഞാനും കൂടെ വരുന്നു. എനിക്ക് സഞ്ചാരം പ്രോഗ്രാം കണ്ട ശേഷം യൂറോപ്പ് കാണണം എന്ന് ഒരു ആഗ്രഹം. നീലി, യൂറോപ്പിൽ ഭയങ്കര തണുപ്പാണ്. നമുക്ക് ഇവിടെ തന്നെ ഒരുമിച്ച് ഈ പാലമരത്തിൽ കഴിയാം, ഡ്രാക്കുള പറഞ്ഞു. ഒടുവിൽ നീലിയുടെ നിർബന്ധത്തിന് വഴങ്ങി അടുത്ത മാസം താൻ വരുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഡ്രാക്കുള യാത്രയായി. 1 വർഷം കഴിഞ്ഞ് നീലിയെ കാണാൻ ഡ്രാക്കുള യൂറോപ്പിൽ നിന്ന് യാത്ര തിരിച്ചു. പാലയിലെ പാലമരത്തിൽ എത്തിച്ചേർന്നു. ഡ്രാക്കുള ഞെട്ടിപ്പോയി. നീലിയുടെ കയ്യിൽ അവതാർ സിനിമയിൽ കാണുന്നത് പോലത്തെ ഒരു കൈക്കുഞ്ഞ്. നീലി, ഏതാ ഈ കുഞ്ഞ്? നീ യൂറോപ്പ് കാണാൻ വരുന്നില്ലേ? ഡ്രാക്കുള ചോദിച്ചു. ചേട്ടാ, ചേട്ടന് പോയതിനു ശേഷം അന്യഗ്രഹത്തിൽ നിന്നും ഒരു ജീവി ഇതുവഴി വന്നിരുന്നു. പരിചയപ്പെട്ടപ്പോൾ ചൊവ്വാഗ്രഹത്തിന് അപ്പുറത്തുള്ള ഒരു ഗാലക്സിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വരവ്. അദ്ദേഹത്തിന്റെ സംഭാവനയാണ് ഈ കുഞ്ഞ്. അദ്ദേഹം ഉടൻ വരും. ഞങ്ങൾ ഒരുമിച്ച് ഈ കുഞ്ഞുമൊത്ത് അന്യഗ്രഹത്തിലേക്ക് പോകും. പറയുക തീർന്നില്ല. അവതാറിൽ കാണുന്നത് പോലത്തെ ഒരു രൂപം വന്ന് നീലിയെയും കുഞ്ഞിനെയും കൊണ്ട് അന്യഗ്രഹത്തിലേക്ക് പോയി. ഡ്രാക്കുള നോക്കുമ്പോൾ പാലമരത്തിന്റെ ചുവട്ടിൽ ഒരു തേപ്പ് പെട്ടിരിക്കുന്നതായി തോന്നി. ശുഭം. കഥ ഇഷ്ടമായത് കരുതുന്നു. കഥയെ കഥയായി കാണുക, കോമഡിയായി കാണുക. കോമഡിക്ക് വേണ്ടിയാണ് ഈ കഥ എഴുതിയത്. നന്ദി, നമസ്കാരം. വിഷ് യു ഹാപ്പി റീഡിംഗ് ഡേ.